നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓസ്കാർ ദേ വന്ന് നിൽക്കുന്നു. ആൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഈ ഒരു ടാങ്കിലേക്ക് വന്ന ശേഷം ആൾക്ക് നല്ലൊരു മാറ്റമുണ്ട്. ഹലോ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ ഓസ്കാറിന് നമ്മൾ വീണ്ടും ഒരു പാറ്റയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഒന്നര വട്ടം ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു പാറ്റയെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പാറ്റയെ വെറുതെ അങ്ങനെ കൊടുക്കണ്ട. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഫീഡ് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് നോക്കാം. നമുക്കിതിൻ്റെ മറ്റേ മുടിയെ പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തോട്ട് വെച്ച് നോക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ആശാൻ ഫുഡ് എടുക്കുമെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ വീഡിയോസിൽ കണ്ടായിരുന്നു, അത്യാവശ്യം പേടിയില്ലാതെ വന്ന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വന്ന് അടിക്കുന്നുണ്ട് പാറ്റയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അത് നടക്കില്ലോ എന്ന് അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മളിട്ട ആ ഒരു വെള്ളമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാട്ടർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ നടത്തണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്ക് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുമല്ല നമ്മുടെ ഈ ടാങ്ക് ഇരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ നിങ്ങൾക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും. തൊട്ടപ്പുറത്ത് വേറൊരു പറമ്പാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ കുറച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുമുണ്ട്. അപ്പം ഈ ഒരു ടാങ്ക് ഇരിക്കുന്നിടം കണ്ടോ, ഇവിടെ കുറച്ച് കാടും പടലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ നമുക്കിപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഹാൻഡ് ഫീഡ് നോക്കുന്നുണ്ട്. ഒരു പാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അരിപ്പെട്ടിന്ന് പൊക്കിയതാണ്. അപ്പം ഇനിയിപ്പം നമുക്കിത് കൊടുക്കാൻ നോക്കാം. എടുക്കില്ല നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓസ്കാർ ദേ വന്ന് നിൽക്കുന്നു. ആൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഈ ഒരു ടാങ്കിലേക്ക് വന്ന ശേഷം ആൾക്ക് നല്ലൊരു മാറ്റമുണ്ട്. ചെറിയൊരു ഫംഗസ് പോലൊരു സാധനം കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയതാണ്. പിന്നെ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തൊക്കെ മാറ്റിയതാണ്. എന്തായാലും ആൾക്ക് ഇതിലേക്ക് വന്ന ടൈം തൊട്ട് ആളെ നല്ല ഉഷാറാണ്. പിന്നെ സൈസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇതിൽ കാണുമ്പം, എനിക്ക് അടുത്ത് കാണുമ്പോൾ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ ഒരു എന്താ പറയുക, നേരത്തെ അക്വേറിയത്തിലിട്ട സൈസും ഇപ്പം വെച്ച് നോക്കുവാണെങ്കിൽ ശകല ആളൊന്ന് എന്താ പറയുക ഉണ്ടയായിട്ടുണ്ട്. ഉണ്ടെന്ന് വെച്ച് വീർത്തുന്ന ആൾ നിന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്ക് അതേപോലുള്ള ഫുഡും കാര്യങ്ങളും നമുക്കിനി കുറച്ച് എന്താ പറയുക മാറ്റി മറിച്ചും ഒക്കെ കൊടുക്കണം. എന്തായാലും ഈ ഒരു ടാങ്ക് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനകത്ത് ഇലയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്തായാലും ഞാൻ ഒട്ടും പറഞ്ഞങ്ങോട്ട് വൈകിക്കുന്നില്ല. നമുക്ക് ആദ്യം ഇവന് ആ ഫുഡ് അങ്ങ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവൻ വെറുതെ അവിടെ പോസ്റ്റായി പോകും. എന്തായാലും എന്ത് ഇവിടെ നമ്മുടെ പാറ്റ നമ്മളെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. ആളെ ഒന്ന് അവശനാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ നമുക്ക് കട നമ്മൾ ആ ഒരു പാറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവി എനിക്ക് കൈ പിടിക്കാൻ തന്നെ പേടിയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇരുമുടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൈ കൊണ്ടൊക്കെ കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്തോ ഒരു സീതായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇത്ര തന്നെ പിടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകിക്കണ്ട. നമുക്ക് ഈ ഒരു പാറ്റ്, ഈ കിടന്നാടി കളിക്കുന്ന പാറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അവൻ പേടിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ എടുക്കുമെന്ന്. നമുക്കൊന്ന് മിണ്ടാതിരുന്ന് നോക്കാം ഗൈസ്. ഈ എടുത്തില്ലേലോ, വട 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 എടുക്കട മോനെ. മിസ്സായി, ഒന്ന് മിസ്സായി. ഓ, എൻ്റെ കൈ വരാൻ നനച്ച് ദേണ്ട് പാറ്റ. ശരി, അവിടെ ഇട്ടേക്ക് വരുന്നു. ഇതെടുക്കും. ഓക്കെ, എൻ്റെ കൈ ഫുള്ള് നനച്ച്. ആളെന്തായാലും സാധനം എടുത്തിട്ടുണ്ട്. അയ്യോ, എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൊടുക്കുന്നത്, അത്രയ്ക്ക് അങ്ങോട്ട് ആളൊന്ന് ഇതായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മുടെ മിസ്സായി പോയായിരുന്നു. പിന്നെ നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു, പക്ഷെ ആൾ അത് വിട്ടായിരുന്നു. പിന്നെ മൂന്നാമതാണ് ആശാൻ അത് പോയി എടുത്തത്. എന്തായാലും ഇപ്പം ആളുടെ വായിക്കാത്തതുണ്ട് സാധനം. 2-3 വട്ടമായിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കണം, എന്നാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്ന് എന്താ പറയുക ട്രെയിൻ ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്ത് നോക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ടാങ്കും നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് കരിയിലും കാര്യങ്ങളാണ്. പിന്നെ വെള്ളം അത്യാവശ്യം മോശമാണെന്ന് വേണമെങ്കിൽ പറയാം. മോശമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു വെള്ളം ഭയങ്കര മോശമാണ്. പിന്നെ ഇത് മാറ്റണം. ഇത് മാറ്റി കുറേ പേര് പറഞ്ഞായിരുന്നു ഈ ഒരു ഓസ്കാറിന് എയറേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്ന്. പക്ഷേ നമ്മളങ്ങനെ എയറേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. നാച്ചുറലായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇട്ടേക്കുവാണ്. അകത്ത് നമ്മൾ എയറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അടുത്ത ദിവസം ഫുള്ള് ക്ലീൻ ചെയ്യണം. അതുകൂടെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ വല്ലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അല്ലാതെ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ നിൽക്കുന്നിടം അങ്ങോട്ട് നോക്കണ്ട, അപ്പുറം വേറെ സ്ഥലമാണ്. അപ്പം ഇത്ര ഏരിയ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അന്നേരം തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കും
ഫുൾ വറ്റിച്ച് നമ്മൾ ഓസ്കാറിനെ ക്ലിയർ ആയിട്ടൊന്ന് കണ്ട് ഈ ഒരു ടാങ്കിൽ വീണ്ടും നമ്മൾ വെള്ളം റീഫിൽ ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. എന്തായാലും കയ്യിൽ നിന്ന് എടുക്കുമോ എന്നുള്ളൊരു സംശയം മാറി. എന്തായാലും കയ്യിൽ നിന്ന് എടുത്തോളും, പക്ഷേ ആൾക്കൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്താലേ നമുക്കതിനെ അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കുറച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇനി എന്തായാലും നമുക്ക് നാളെ ചെയ്യേണ്ട കുറച്ച് പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. എന്തായാലും നാളെ നമുക്കൊക്കെ കുറച്ച് അവധി ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഇവിടെ കുറച്ച് വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കും ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഗപ്പിയുടെ ടാങ്കും ഉണ്ട്. അത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ജസ്റ്റ് പരിസരം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തരണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാട് കാണുമ്പോൾ അറിയാം. തൊട്ടപ്പുറത്തോട്ട് വേറൊരു പറമ്പാണ്, അവരെ നോക്കത്തൊന്നുമില്ല. എന്തായാലും ഇത്രയും കാടായതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യം അവരെ എന്തോരം കാണുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നാളെ ആ പരിപാടിയാണ് കൂടുതൽ. നമ്മുടെ മീൻ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തില്ലെങ്കിലും കയ്യിൽ നിന്ന് എടുക്കാൻ വന്നു സാധനം. എന്തായാലും നമ്മുടെ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യേണ്ട പരിപാടി മൊത്തം കിടക്കുന്നുണ്ട്. പിന്നെ ഈ ചുറ്റുവശം ഒക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ഗപ്പിയുടെ ടാങ്ക് നോക്കുവാണെങ്കിൽ വേണ്ട ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ കൂടെയാണ് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ നോക്കുന്നത്. കണ്ട ഇവിടെ അത്യാവശ്യം ഇത് നമ്മുടെ ആ ഒരു പ്ലാന്റാണ്, നമ്മുടെ ആ ഒരു ഇതിനകത്ത് നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് കണ്ടോ. ഇത് നമ്മൾ പോയെന്ന് വിചാരിച്ച പ്ലാന്റാണ് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആയിട്ട് നല്ല തഴച്ചങ്ങോട്ട് വളർന്നു വരുന്നത്. പിന്നെ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ ഫുള്ള് ആക്റ്റീവാണ്. ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ കൊക്കിൻ്റെ ശല്യമൊന്നുമില്ല. പിന്നെയൊക്കെ കിളിയൊക്കെ വന്നിരുന്നുണ്ട് കാഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ കൊക്കിൻ്റെ ശല്യമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം ഫുള്ള്. എന്തായാലും നമ്മുടെ ഓസ്കാറിന് ഇന്ന് ഹാൻഡ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. എന്തായാലും സംഗതി അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിൽക്കുവാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഇപ്പം നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടല്ലോ, ഈ ഒരു ഏരിയ നമ്മൾ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത്ര വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പം എന്തായാലും നമുക്കിനിയിപ്പം ടാങ്ക് അടച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ.